ഹായ് എവ്രി വൺ. അപ്പം നമ്മളിന്ന് മറ്റൊരു PVQ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ്? ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ഓപ്ഷൻ ബി വാഗ്ഭടാനന്ദനാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ്. ഇനി അടുത്ത ചോദ്യം, ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് നേടിയത് ആരാണ്? ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് നേടിയ കേരളീയൻ ആരാണ്? ഓക്കെ, രണ്ടും ഒരാൾ തന്നെയാണ്. ഓപ്ഷൻ ബി ജി ശങ്കരക്കുറുപ്പ്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി CP രാമസ്വാമി അയ്യരാണ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആര്? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ഓപ്ഷൻ സി സർദാർ KM പണിക്കരാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണ്. എട്ടാമത്തെ ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്തിര തിരുനാളാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആരാണ്? ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് കഴ്സൺ പ്രഭു ആണ്. പത്താമത്തെ ചോദ്യം, വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? വിമോചന സമരം നടന്നത് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലായിരുന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയുടെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാബായ് നവറോജിയാണ്. ഓപ്ഷൻ സി. 13ാമത്തെ ചോദ്യം, ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിൽ ആയിരുന്നു? ഓപ്ഷൻ ബി ഗുജറാത്തി ഭാഷയിലാണ് ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത്. ഇനി 14ാമത്തെ ചോദ്യം, ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്നാദ്യമായി അഭിസംബോധന ചെയ്തത് ആരായിരുന്നു? ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ് ആണ് ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് അഭിസംബോധന ചെയ്തത്. 15ാമത്തെ ചോദ്യം, കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം ഏതാണ്? ഓപ്ഷൻ ഡി ആണ് മിനുക്കാണ് ആൻസർ. ഇനി 16ാമത്തെ ചോദ്യം, 1950 മുതൽ ഭരണഘടനയിലെ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1978 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും നീക്കം ചെയ്തത് എന്നതാണ് ചോദ്യം. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, 44ാമത്തെ ഭരണഘടനാ ഭേദഗതി. ഇനി 17ാമത്തെ ചോദ്യം, ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങൾ, നയങ്ങൾ, ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരം തിരിക്കാം. താഴെ പറയുന്നവയിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ, ഏകീകൃത സിവിൽ കോഡ്. ഇനി അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനയുടെ ഏത് അവകാശത്തെ ആണ്? ഓപ്ഷൻ സി ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്നതാണ് ഉത്തരം. അടുത്ത ചോദ്യം,
ഭരണഘടനയിലെ അനുച്ഛേദം 21A ഉറപ്പുവരുത്തുന്നത് എന്താണ്? 21A ഉറപ്പുവരുത്തുന്നത് ഓപ്ഷൻ ഡി 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും രാഷ്ട്രം നിയമം വഴി തീരുമാനിക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യേണ്ടതാണ് എന്നതാണ് ഉത്തരം.